അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. മോശം കാലാവസ്ഥയെ തുടർന്നാണ് രക്ഷാദൌത്യം നിർത്തിയത്. നാളെ പുലർച്ചെ 6:30 രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് റഡാറുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പ്രധാനമായും നടന്നത്. ആദ്യഘട്ടത്തിൽ ചില സിഗ്നലുകൾ റഡാറിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് ലോറിയുടെ ഭാഗമാണ് എന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാകുകയായിരുന്നു. ഇപ്പോൾ സിജു കണ്ണൻ ചേരുകയാണ് അങ്കോളയിൽ നിന്നും. തത്സമയ വിവരങ്ങളുമായി സിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ്, സ്ഥലത്ത് മഴയുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ള സാഹചര്യത്തിൽ രാത്രി വൈകിക്കൊണ്ട് തിരച്ചിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി രാവിലെ തിരച്ചിൽ ആരംഭിക്കുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 7 മണി മുതലാണ് തിരച്ചിൽ ആരംഭിച്ചത്. റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന്. കഴിഞ്ഞ 4 ദിവസത്തിൽ നിന്ന് വ്യത്യാസമായി ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് പറയാം. റഡാർ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ സംവിധാനത്തിലേക്ക് മാറി. ആദ്യ ദിവസത്തെ വീഴ്ചകളെല്ലാം പൂർണ്ണമായും മാറിയെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇന്നത്തെ മൊത്തം തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഏറ്റവും ഒടുവിൽ രാത്രിയോടുകൂടി 70% മെറ്റൽ എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു റഡാറിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആ ഭാഗം ഒരു മാപ്പ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്നത്. കൃത്യമായും 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ വൈകുന്നേരം 7 മണി മുതൽ തന്നെ ഈ ഭാഗത്ത് പരിശോധന നടത്തി വന്നിരുന്നു. നേരത്തെ രാവിലെ മുതൽ 1 മണ്ണുമാന്തി യന്ത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 5 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഭാഗത്ത് എത്തിച്ചുകൊണ്ട് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് മെറ്റൽ എന്ന് തോന്നുന്ന വസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായും അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും ആ കട നിന്നിരുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്താണ് പരിശോധന നടത്തിയത്. കേരളത്തിൽ നിന്നുള്ള സ്വയം തയ്യാറായി വന്ന തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ദൗത്യത്തിൽ ഉൾപ്പെട്ട ആളുകൾ കൂടി ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. 3 മണിക്ക് ശേഷമാണ് അവർ പരിശോധനയുടെ ഭാഗമായത്, തെരച്ചിലിന്റെ ഭാഗമായത്. ഇതുവരെ നടന്നത് അശാസ്ത്രീയമായ രീതിയിലുള്ള തെരച്ചിൽ എന്ന വിവരമാണ് അവർ പുറത്തു വന്ന ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയത്. ഏതായാലും പിന്നീട് NDRF സംഘത്തോടൊപ്പം ഇവർ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു. NIT സൂറത്ത് കല്ലിൽ നിന്നുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 20-22 അടിയിലധികം മണ്ണുള്ള സ്ഥലത്തേക്ക് ക്രെയിൻ മാർഗം ഈ റഡാർ സംവിധാനം എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് അല്പം കൂടി തെളിച്ചമുള്ള ഒരു സിഗ്നൽ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർണ്ണമായും പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ വളരെ നേരത്തെ തന്നെ പരിശോധന തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ആ പരിശോധന തുടങ്ങിയിരുന്നത്. ഇന്ന് HD കുമാരസ്വാമി കേന്ദ്രമന്ത്രി സ്ഥലത്തെത്തിയിരുന്നു. കുടുംബം സൈന്യത്തെ ഈ തെരച്ചിലിനായി ഉപയോഗിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും മന്ത്രി അത് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സൈന്യം എത്തേണ്ട സാഹചര്യമില്ല. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ കാര്യക്ഷമമായി നടക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അടുത്ത ദിവസത്തേക്ക് നാളത്തേക്കുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നാളെ നേരത്തെ തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യണം. നാളെ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാവിലെ 8:30 ഷിരൂരിൽ മണ്ണിടിഞ്ഞ് വീണ് വലിയ അപകടമുണ്ടായത്. ആ അപകടത്തിലാണ് മലയാളിയായ അർജുൻ അകപ്പെട്ട് കിടക്കുന്നത്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ പ്രതീക്ഷയോടെ കാണുകയാണ്. 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്.